നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നൂൽ പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ചേരുവകളെല്ലാം സാധാരണ പൊറോട്ടയുടേതുപോലെ തന്നെയാണ്. ഇത് ഉണ്ടാക്കുന്ന രീതിയിലാണ് മാറ്റമുള്ളത്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിതിന് വേണ്ടി ആദ്യം തന്നെ 2.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കാം, അല്ലെങ്കിൽ മൈദ എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഗീ ആണ് ഞാൻ ചേർക്കുന്നത്, അല്ലെങ്കിൽ സാധാരണ പശുവിൻ നെയ്യോ ഡാൽഡയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇത് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. ഇതും മൈദയും കൂടി നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. ഈ നെയ്യ് മൈദയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഒരു മുട്ടയും കൂടി ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, സാധാരണ പച്ചവെള്ളം. ഇത് നോക്കിയിട്ട് നമുക്ക് അല്പമായിട്ട് ഒഴിച്ചു കൊടുക്കാം, ഒരുമിച്ച് ഒഴിക്കണ്ട. ഇതിപ്പോൾ ഞാൻ പകുതി ഒഴിച്ചിട്ടുണ്ട്. ഈ വെള്ളം മതിയാവില്ല, ബാക്കി വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഇതിപ്പോൾ 1 കപ്പ് വെള്ളം മുഴുവൻ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ 1 കപ്പ് വെള്ളം 2.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറിന് കറക്റ്റ് അളവാണ്. ഇത് ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ചു വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. നമുക്കിനി പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഗീ ഒരു ഫ്രൈങ് പാനിലിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഉരുക്കിയെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട് ഈ ഗീ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾ ഗീ മാത്രമായിട്ടും ചേർക്കാം. ഞാൻ പക്ഷേ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവ് പരത്തിയെടുക്കണം. അതിനുവേണ്ടി ആദ്യം തന്നെ ഈ പലകയിലേക്ക് അല്പം എണ്ണ പുരട്ടി കൊടുക്കാം. നമ്മൾ ഉരുക്കി വെച്ച ഗീയും സൺഫ്ലവർ ഓയിലും ചേർന്നിട്ടുള്ള ഈ മിക്സി പലകയിലേക്ക് അല്പം പുരട്ടി കൊടുക്കാം. അതുപോലെ ഈ റോളറിലേക്കും അല്പം എണ്ണ പുരട്ടാം, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കയ്യിലും അല്പം എണ്ണ പുരട്ടിയതിന് ശേഷം നമുക്ക് ഈ മാവിൽ നിന്നും ഒരു ചപ്പാത്തിക്കുള്ള അത്രയും അളവിലുള്ള മാവ് എടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടി പരത്തിയെടുക്കാം. ഈ മാവിൻ്റെ മുകളിൽ ഒരു അല്പം എണ്ണ തടവി കൊടുത്തതിന് ശേഷം നമുക്കിത് വളരെ നേരിയതായിട്ട് പരത്തിയെടുക്കണം. ഈ പൊറോട്ട നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വളരെ നേരിയതായിട്ട് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് എത്ര നേരിയതായിട്ട് പരത്താൻ പറ്റുന്നോ അത്രയും നേരിയതായിട്ട് ഇത് പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ഈ പലക മുഴുവനായിട്ട് ഇത് പരത്തിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറം ഇത് പരത്താൻ കഴിയില്ല. ഇത് വളരെ നേരിയതായിട്ടാണ് ഉള്ളത്. ഈ പലകയുടെ കളർ പോലും ഇതിൻ്റെ ഇടയിൽ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അത്രയും നേരിയതായിട്ടാണ് ഇതുള്ളത്. ഇത് ഞാനിവിടെ പരത്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഡോ കട്ടർ വെച്ചിട്ട് നേരിയ നൂല് പോലെ കട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്താലും മതി. ഇതുപോലെ വളരെ നേരിയ കുറേ പീസായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ പൊറോട്ട അടിച്ചിട്ടാണല്ലോ ഉണ്ടാക്കുക. അത് മിക്ക പുതിയതായിട്ട് ഉണ്ടാക്കുന്ന കുട്ടികൾക്കൊന്നും അതങ്ങനെ അടിച്ചെടുക്കാൻ കഴിയില്ല. അവർക്കൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തുണ്ടാക്കി വളരെ ടേസ്റ്റുമാണ്. നമ്മൾ അടിച്ചെടുത്ത് ഉണ്ടാക്കുന്ന പൊറോട്ടയേക്കാളും ടേസ്റ്റാണ് ഇത് നൂല് പോലെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഈ പരത്തി വെച്ച മാവ് മുഴുവൻ വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് ഞാനിവിടെ മുഴുവനായിട്ട് വളരെ നേരിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ പതുക്കെ കൈകൊണ്ട് മുന്നോട്ടാക്കിയിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കി വെക്കാം. ഇത് നമ്മൾ നന്നായിട്ട് ഗീ ചേർത്തത് കൊണ്ട് തന്നെ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നമ്മൾ പൊറോട്ട ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് നൂല് പോലെ വേറെ വേറെ ആയിട്ട് വരും. ഇതുപോലെ എല്ലാം കൂടി ഒരുമിച്ചാക്കിയിട്ട് നമുക്കിത് പൊറോട്ട ചുരുട്ടുന്നത് പോലെ ചുരുട്ടിയെടുത്ത് വെക്കണം.
മറ്റേ സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് എല്ലാം കൂടി ഒരുമിച്ചാക്കാം. ഇനി ഇത് നമ്മൾ സാധാരണ പൊറോട്ട ചുരുട്ടുന്നത് പോലെ തന്നെ ചുരുട്ടിയെടുക്കാം. ഇതിൻ്റെ ഏറ്റവും അറ്റം നമുക്ക് ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് ഇത് ഇളകി വരും. ഇതിൻ്റെ അടിയിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് രണ്ടാമത്തെ പൊറോട്ടയും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നേരിയതായിട്ട് പരത്തുന്നതിന് മുന്നേ പലകയിൽ ഗീ പുരട്ടാൻ മറക്കരുത്. നേരിയതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ചുരുട്ടിയെടുക്കുക. ഈ മാവ് പരത്തി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ മുകളിൽ നെയ്യ് പുരട്ടി കൊടുക്കണം. അത് മറക്കരുത്. എൻ്റെ മാവ് നല്ല ഓയിലി ആയിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ മുകളിൽ വേറെ നെയ്യൊന്നും പുരട്ടാതിരുന്നത്. മുകളിൽ നെയ്യ് കുറവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നെയ്യ് പുരട്ടി കൊടുക്കണം. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ പരസ്പരം ഒട്ടിപ്പിടിച്ച് പോകും. ഇതുപോലെ നൂല് പോലെ കിട്ടില്ല. നെയ്യ് പുരട്ടിയതിന് ശേഷം മാത്രം ഇത് നൂല് പോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതും നന്നായിട്ട് ചുരുട്ടിയെടുത്ത് ഇതിൻ്റെ അറ്റം പിടിച്ച് താഴ്ഭാഗത്ത് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ പൊറോട്ട മുഴുവൻ ഇതുപോലെ ചുരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്നുകൂടി പരത്തിയെടുക്കണം. നമ്മൾ ചുരുട്ടി വെച്ച ഓരോ മാവും എടുത്ത് ഇതിൻ്റെ മുകളിൽ അല്പം നെയ്യ് പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്കിത് കൈവച്ചിട്ട് തന്നെ പതുക്കെ പരത്തിയെടുക്കാം. ഇത് റോളർ വെച്ചിട്ട് പരത്തണ്ട, കാരണം നമ്മൾ റോളർ വെച്ച് നല്ല ശക്തിയിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ചിലപ്പോൾ എല്ലാം കൂടി ഒന്ന് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ കൈവച്ചിട്ട് നമുക്കിത് വളരെ വേഗം പരത്തിയെടുക്കാൻ കഴിയും. വളരെ സോഫ്റ്റാണിത്. ഒരല്പം തിക്കായിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. വളരെ നേരിയതായി കഴിഞ്ഞാൽ നമ്മളിത് ചുട്ടെടുത്ത് കഴിയുമ്പോൾ ഒരു ഉണങ്ങിയതുപോലെ ഉണ്ടാവും. ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. ഒരല്പം കട്ടിയായിട്ട്, ഒരു ചപ്പാത്തിയേക്കാളും ഒരല്പം കട്ടിയിൽ നമുക്കിത് പരത്തിയെടുക്കാം. ഞാനിത് കുഴച്ചെടുക്കുന്ന സമയത്ത് പറയാൻ വിട്ടുപോയി, അല്പം ലൂസായിട്ട് വേണം ഈ മാവ് കുഴച്ചെടുക്കാൻ. എങ്കിലേ നമുക്ക് ഇതുപോലെ സോഫ്റ്റായിട്ട് ഇത് കിട്ടുള്ളൂ. ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളൊക്കെ ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതുപോലെ എല്ലാ മാവും പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാൻ തുടങ്ങാം. ആദ്യം നമുക്കിതെല്ലാം കൂടെ ഒന്ന് പരത്തി ഒരു പ്ലേറ്റിലോ മറ്റോ ഇട്ട് വെക്കാം. ഇതുപോലെ നമുക്ക് മുഴുവൻ പൊറോട്ടയും പരത്തിയെടുക്കാം. ഇനി നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പത്തിരി തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് പൊറോട്ട വെച്ച് കൊടുക്കാം. ഇത് വലിയ തവയായതുകൊണ്ട് 3 എണ്ണം ഒരുമിച്ച് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുത്താലും മതി. നമ്മളിത് പൊറോട്ട ആദ്യം ഇട്ട് കഴിഞ്ഞ് ഉടനെ ഒന്ന് മറിച്ചിടണം, അല്ലെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി പോവും. ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. തീ നന്നായി കുറക്കുകയും വേണ്ട, കൂട്ടി വെക്കുകയും വേണ്ട. ഇതുപോലെ 3-4 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ചുട്ടെടുക്കാം. ഇതിപ്പോൾ 2 ഭാഗവും നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇതുപോലെ മുഴുവൻ പൊറോട്ടയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഈ പലകയൊന്ന് ഇതിൻ്റെ എണ്ണയെല്ലാം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് കളയാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ പൊറോട്ട വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ 2 കൈയും കൂടി ചേർത്ത് വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. എങ്കിലേ നമ്മുടെ ഈ നൂല് വേറെ വേറെ ആയിട്ട് വരുള്ളൂ. സാധാരണ പൊറോട്ട അടിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ നൂല് എല്ലാം വേർപെട്ട് വരും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇത് നല്ല നൂല് പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ നൂൽപുട്ടൊക്കെ പോലെ നേരിയ നൂല് പോലെയാണ് ഇത് ഇരിക്കുന്നത്. കാണാനുള്ള ഭംഗി മാത്രമല്ല, ഈ നൂല് പോലെ നമുക്കിത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്.
അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ പൊറോട്ട റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. അതുപോലെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.